സ്റ്റേറ്റ്മെൻറ്റിലുണ്ടായിരുന്നു. അതായത് പലിശ നിരക്ക് കുറച്ചിട്ട് പോലും വായ്പാ നിരക്കിൽ അല്ലെങ്കിൽ വായ്പയിൽ ആനുപാതികമായിട്ടുള്ളൊരു വർധനമുണ്ടായിട്ടുള്ള, അതേസമയം ഡിപ്പോസിറ്റ് നിക്ഷേപങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും ഒരു ആനുപാതികമായിട്ടൊരു കുറച്ചധികം വളർച്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് എങ്ങനെയായിരിക്കും ബാങ്കുകളെ സംബന്ധിച്ച്, ബാങ്കിങ്ങിൻ്റെ പെർസ്പെക്റ്റീവ് അത് എങ്ങനെയായിരിക്കും അഫക്റ്റ് ചെയ്യുക? ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സാൻഡ്വിച്ച്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ബാങ്കുകൾ ഇൻഡസ്ട്രി ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. നമ്മുടെ ഇക്കണോമിയെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള മെഷേഴ്സ് തന്നെയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ സെൻട്രൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നാണ് ഉള്ളത്. റിപ്പോ റേറ്റ് താഴേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ള ഡിസിഷൻ തീർച്ചയായിട്ടും ഇക്കണോമിയിൽ ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാനും ക്രെഡിറ്റ് ഓഫ് ടേക്ക് എൻഷുർ ചെയ്യാനുമുള്ള നല്ല തീരുമാനങ്ങൾ തന്നെയാണ്. നമ്മൾ ആ തീരുമാനങ്ങളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ പോലും ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ വന്നിരിക്കുന്ന ഒരു ചലഞ്ച്, ഇപ്പോൾ ഫെബ്രുവരി മാസം ഏപ്രിൽ മാസത്തിൽ കൂടെ 100 ബേസിസ് പോയിന്റ്സിന്റെ റിപ്പോ റേറ്റിലാണ് കുറവ് വരുത്തിയിരിക്കുന്നത്. റിപ്പോ റേറ്റ് നമ്മൾ നേരെ സൂചിപ്പിച്ചില്ല, ഏകദേശം ഒരു 60% ബാങ്ക് ബുക്കിന്റെ ലോൺ ബുക്കിന്റെ ബുക്കുകളെല്ലാം തന്നെ നമ്മൾ ലെൻഡ് ചെയ്തിരിക്കുന്നത് എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് റേറ്റിന് വെച്ചിട്ട് എക്സ്റ്റേണൽ EBLR ബേസ് ചെയ്തിട്ടാണ്. MCLR-ഉം അതുപോലെയുള്ള മറ്റു റേറ്റുകളും ബാക്കി പോർഷനിൽ നിലനിൽക്കുകയാണ്. അപ്പം ഈ EBLR-നെ എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ലെൻഡിംഗ് റേറ്റ് പോലെയുള്ള റിപ്പോ റേറ്റിനെ ലിങ്ക് ചെയ്തിരിക്കുന്ന ലോണുകളുടെ ട്രാൻസ്മിഷൻ, ഇപ്പോൾ നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ നമ്മളെല്ലാം തന്നെ മറ്റു റിപ്പോർട്ടുകൾ അനുസരിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ അതിന്റെ ട്രാൻസ്മിഷൻ ഇപ്പോൾ ഫെബ്രുവരി മാസം മുതലുള്ള 100 ബേസിസ് പോയിന്റ്സിന്റെ ട്രാൻസ്മിഷൻ ഏകദേശം ഒരു 70% മേലെ ഫുൾ ട്രാൻസ്മിഷൻ നടന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിലെ 50 ബേസിസ് പോയിന്റ്സിന്റെ ഒരു ട്രാൻസ്മിഷൻ ഇപ്പോൾ ഏകദേശം അത് അതിന്റെ ഒരു 34%, പബ്ലിക് സെക്ടർ ബാങ്കുകളാണെങ്കിൽ 34%, അല്ലെങ്കിൽ സ്വകാര്യ ബാങ്കുകളാണെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണെങ്കിൽ ഏകദേശം ഒരു 28 ബേസിസ് പോയിന്റ്സിന്റെ അതിൻ്റെതായിട്ടുള്ള ഒരു കുറവെല്ലാം ഈ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റിൽ പ്രൈസിംഗിലെല്ലാം കുറഞ്ഞു വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അതാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ. ഇങ്ങനെ വരുന്ന സമയത്ത് പോലും നമ്മൾ പ്രതീക്ഷിച്ചത്, റിപ്പോ റേറ്റ് കുറയ്ക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു എക്സ്പെക്ടേഷൻ ബാങ്കുകളുടെ ക്രെഡിറ്റ് ഗ്രോത്ത് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഓഫ് ടേക്കിൽ വലിയ രീതിയിലുള്ള ഒരു ഇൻക്രീസ് ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴും ബാങ്കുകളുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്, ഡാറ്റ സൂചിപ്പിക്കുന്നത് ബാങ്കുകളുടെ ക്രെഡിറ്റ് ഗ്രോത്ത് ഈ പീരീഡിൽ ഏകദേശം 9.8% അടുത്ത് വന്ന് നിൽക്കുകയാണ്. അതേസമയം ഇതേ കാലയളവിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 15.6% ക്രെഡിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഇത്രയ്ക്കും ഒരു റിപ്പോ റേറ്റിന്റെ സപ്പോർട്ട് ഇല്ലാതിരുന്ന സമയത്ത് പോലും 15.6% ക്രെഡിറ്റ് ഗ്രോത്ത് ഉണ്ടായിരുന്ന അതേ കാലയളവിൽ YOY എന്ന് പറയുന്ന ഡാറ്റ ഇൻഡിക്കേഷനിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് 9.8% ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഏകദേശം ഒരു 60 അല്ലെങ്കിൽ ഒരു 60% തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ് ആ സെയിം കാലയളവിലുള്ള ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് കാണുന്നത് ബാങ്കുകളുടെ ലോൺ ബുക്കിൽ അല്ലെങ്കിൽ ലെൻഡിങ് എക്സ്പോഷറിൽ ഒരു പ്രധാനപ്പെട്ട എക്സ്പോഷർ തന്നെയാണ് കോർപ്പറേറ്റുകളുടെ ലെൻഡിങ് എക്സ്പോഷർ, കോർപ്പറേറ്റുകൾ എടുക്കുന്ന ലോണുകൾ. പക്ഷേ കോർപ്പറേറ്റുകൾ ഇപ്പോൾ ലോണുകൾക്ക് വേണ്ടി ബാങ്കുകളെ അല്ല പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത്. അവർ അവരുടേതായിട്ടുള്ള ബോണ്ടുകളുണ്ട്, അല്ലെങ്കിൽ കമേഴ്ഷ്യൽ പേപ്പർ ഉണ്ട്. ഈ രീതിയിലേക്കുള്ള റിസോഴ്സ് സോഴ്സിലേക്ക് കോർപ്പറേറ്റുകൾ പതുക്കെ മൂവ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറുടെ ഇന്നത്തെ പോളിസി അനൗൺസ്മെന്റിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് ക്രെഡിറ്റിന്റെ അവൈലബിലിറ്റി, ലോണിന്റെ അവൈലബിലിറ്റി, ഫണ്ടിന്റെ അവൈലബിലിറ്റി സിസ്റ്റത്തിൽ നേരത്തേക്കാൾ ഉണ്ടായിരുന്ന പോലെ തന്നെയോ അതിന് മാർജിനലായിട്ട് അല്പം കൂടി നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും അത് വരുന്നത് ബാങ്കിന്റെ ക്രെഡിറ്റ് ഓഫ് ടേക്കിൽ നിന്നല്ല. അത് നോൺ ബാങ്ക്, അത് ബാങ്ക് ഇതര ക്രെഡിറ്റ് ഓഫ് ടേക്ക്, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കമേഴ്ഷ്യൽ പേപ്പർ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോണ്ടുകൾ, അതുപോലെയുള്ള ബാങ്ക് ഇതര സോഴ്സുകളിൽ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കൂടുതലായിട്ടുള്ള ക്രെഡിറ്റ് ഗ്രോത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് ബാങ്കുകളുടെ ക്രെഡിറ്റ് ഓഫ് ടേക്ക് ഈ ഒരു തീരുമാനം വഴി ലിക്വിഡിറ്റി കൊടുത്തുകൊണ്ടും പോലും നമുക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അതേസമയം അതിന്റെ അപ്പുറത്ത് കാണുന്ന ഒരു സാധാരണ നമ്മൾ കാണാത്ത ഒരു പ്രതിഭാസമാണ്, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ വരെ ബാങ്കുകളുടെ ക്രെഡിറ്റ് ഓഫ് ടേക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഗ്രോത്ത് റേറ്റ് കൂടി നിൽക്കുമ്പോൾ ഡെപ്പോസിറ്റിന്റെ ഗ്രോത്ത് റേറ്റ് ആണ് താഴെ നിന്നിരുന്നത്. പക്ഷെ ഇത്തവണ ഡെപ്പോസിറ്റിന്റെ ഗ്രോത്ത് റേറ്റ് കൂടി നിൽക്കുന്നു ക്രെഡിറ്റ് ഓഫ് ടേക്കിനേക്കാൾ. അതിനർത്ഥം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടി നിൽക്കുന്നു എന്നുള്ളതല്ല. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഡെപ്പോസിറ്റ് സെയിം പീരീഡിൽ ഏകദേശം 13% ഗ്രോ ചെയ്തിരുന്ന സമയത്ത് ഇപ്പോൾ YOY നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10% മാത്രമേ ഡെപ്പോസിറ്റ് ഗ്രോ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഡെപ്പോസിറ്റ് കൂടി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോലും
കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയ്ക്കും ഡെപ്പോസിറ്റിന്റെ ഗ്രോത്ത് റേറ്റ് ഇത്തവണ നമുക്ക് ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ എത്തിയിട്ടുള്ളതാണ്. അവിടെ തന്നെ നമുക്ക് മറ്റൊരു ചലഞ്ച് ഉള്ളത്, ഇൻസിഡന്റലി ഞാൻ പറയട്ടെ, ബാങ്കുകളുടെ കാസ എന്ന് പറയുന്ന ലോ കോസ്റ്റ് ഫണ്ടുകളുടെ 4% കുറവാണ് 2022 മുതൽ ഉള്ള കാലത്ത് 2025-26 വന്നപ്പോൾ 2023 മുതൽ 26 വരെയുള്ള ഈ കാലയളവിൽ നോക്കുമ്പോൾ ലോ കോസ്റ്റ് ഫണ്ടുകൾ 4% കുറവ് വന്നിരിക്കുകയാണ്. 33% ഉണ്ടായിരുന്ന ബാങ്കുകളുടെ ടോട്ടൽ ഡെപ്പോസിറ്റിൽ 33% ഉണ്ടായിരുന്ന കാസ ഇപ്പോൾ അത് ഏകദേശം 29% വന്ന് നിൽക്കുകയാണ്. 4% കുറവ് വന്നിരിക്കുകയാണ്. എന്നിട്ടും ബാങ്കുകളുടെ ഡെപ്പോസിറ്റ് റേറ്റ് 10% എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതും അതും വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിനോമിനയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ബാങ്കുകളുടെ ഇൻഡിവിജ്വൽ റീറ്റെയിൽ ഡെപ്പോസിറ്റുകളുടെയോ കാസയുടെയോ ഒരു സപ്പോർട്ട് കൊണ്ടല്ല, മറിച്ച് ബാങ്കുകൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഫണ്ട് സോഴ്സിംഗിലേക്ക് മാറിയിരിക്കുകയാണ്. ഇത് കൊണ്ടാണ് ഈ ഡെപ്പോസിറ്റിന്റെ ഗ്രോത്ത് റേറ്റ് അങ്ങനെ കൂടി നിൽക്കാൻ കാര്യം. അതുകൊണ്ട് ബാങ്കുകളുടെ കാസ കുറഞ്ഞിരിക്കുന്ന ഒരു ചലഞ്ച് ബാങ്കുകൾ കാണുന്നു. ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്താൽ മാത്രമേ ഫിക്സഡ് ഡെപ്പോസിറ്റ് കിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു ചലഞ്ച് ബാങ്കുകളിൽ കാണുന്നു. ഇതെല്ലാം ഉണ്ടായിട്ട് പോലും ഡെപ്പോസിറ്റ് ഗ്രോത്ത് റേറ്റ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലേക്ക് എത്താതെ നിൽക്കുന്നു. ലെൻഡിങ് ഏരിയയിൽ കോർപ്പറേറ്റുകൾക്ക് ലോൺ നേരത്തെ ഉണ്ടായിരുന്ന പോലെ എടുക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ലോണിന്റെ ഗ്രോത്ത് റേറ്റ് താഴെ നിൽക്കുന്നു. ഇത് ഓവറോൾ ബാങ്കുകളുടെ നിമ്മിനെ ബാധിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മെഷേഴ്സ് എല്ലാം തന്നെ നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള മെഷേഴ്സ് ആയി നമ്മൾ കാണുമ്പോൾ പോലും ഓവറോൾ ഒരു ബാങ്കിങ് പെർസ്പെക്റ്റീവില്, ബാങ്കിങ് ഇൻഡസ്ട്രി പെർസ്പെക്റ്റീവില് അല്ലെങ്കിൽ ഇക്കോണമിക് പെർസ്പെക്റ്റീവിൽ ആകമാനം നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില കോൺട്രഡക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ ഒരു സൈഡ് ലൈനിൽ കാണാൻ സാധിക്കും.